Hi dear students, നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പിക്ക് റിലേറ്റീവ് വെലോസിറ്റി. നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത് മോഷൻ ഈസ് എ റിലേറ്റീവ് ടേം എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ. നമ്മൾ എപ്പോഴും മോഷനിലാണോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? കമ്പയർഡ് ടു അനദർ ബോഡിയാണ് അല്ലേ. റെഫറൻസ് ആക്കിയിട്ട് ഒരു ബോഡി വെച്ചിട്ട് കൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഈ ഒബ്ജക്റ്റ് മോഷനിലാണോ അല്ലെങ്കിൽ റെസ്റ്റിലാണോ എന്നൊക്കെ പറഞ്ഞത്. മോഷൻ ഈസ് എ റിലേറ്റീവ് ടേം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ ഒബ്ജക്റ്റ്. ശ്രദ്ധിക്കണേ, വെലോസിറ്റി നമുക്കറിയാം വെലോസിറ്റി എന്താണെന്ന്. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് വെലോസിറ്റി. ശരിക്കും ശ്രദ്ധിക്കുക, വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ ഒബ്ജക്റ്റ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, റിലേറ്റീവ് വെലോസിറ്റി. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ബോഡി എ എന്നുള്ളൊരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി വി എ ആണ്. വി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് എ. വി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് എ. അനദർ ഒബ്ജക്റ്റ് ബി ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി വി ബി. ഓക്കെ, അപ്പോൾ എ എന്നുള്ള ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് വെലോസിറ്റി വി എ and another object B moving with velocity VB. So VB is equal to what? Velocity of B. Le VA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ velocity of A, VB velocity of B. We want to calculate the relative velocity of A. Relative velocity of A with respect to B. Or relative velocity VAB. What is VAB? Velocity of A with respect to B. അല്ലേ, അതിനെല്ലാം നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ ഒബ്ജക്റ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, VAB. VAB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഇസ് ഈക്വൽ ടു എന്താണ്? VAB. നമ്മളെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ്? വളരെ ശ്രദ്ധിക്കണം. VAB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, VAB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു velocity of B. Velocity of A with respect to velocity of A with respect to B. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? VAB. VAB is equal to, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, VAB is equal to VA minus VB. very important. Relative velocity equation എന്താണ്? VAB is equal to VA minus VB. What is relative velocity? Velocity of an object with respect to another object. Okay, if an object A is moving with velocity VA and another object B is moving with velocity VB, then VAB, that is velocity of A with respect to B, it is denoted by VAB. What is the equation for VAB? VAB is equal to VA minus VB. very important. VAB is equal to VA minus VB. അതേപോലെ നമ്മളിപ്പോൾ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി അല്ലേ എടുത്തത്. ഇനി വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആണെങ്കിൽ നമ്മളെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ശ്രദ്ധിക്കണേ, വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ VBA. What is VBA? Velocity of B with respect to A. It is denoted by VBA. VBA is equal to VB minus VA. ശ്രദ്ധിക്കണേ, VAB is equal to VA minus VB. Then VBA is equal to VB minus VA. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇഫ് എ ആൻഡ് ബി ആർ മൂവിങ് അലോങ് ദി സെയിം ഡയറക്ഷൻ, എയും ബിയും സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വി എ ബി ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി, അല്ലെങ്കിൽ വി ബി എ ഈസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ. അപ്പോൾ നിങ്ങൾ വി എ ബിയും വി ബി എയും ഒന്നാണോ? വി എ ബി ഈസ് നോട്ട് ഈക്വൽ ടു വി ബി എ. കാരണം എന്താ? വി എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എ മൈനസ് വി ബി ആണ്. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. വി ബി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വി ബി മൈനസ് വി എ ആണ്. അതെന്താണ്? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആണ്. രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ഡിനോട്ടേഷൻ വളരെ കറക്റ്റ് ആയിരിക്കണം. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് ഡിനോട്ടഡ് ബൈ വി എ ബി, ആൻഡ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ഈസ് ഡിനോട്ടഡ് ബൈ വി ബി എ. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഇനി ഇഫ് ദേ ആർ മൂവിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ, എയും ബിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചോളൂ. എ അങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്, ബി ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇക്വേഷൻ എന്താ? വി എ ബി ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി അല്ലേ? നമുക്കറിയാം വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വെലോസിറ്റി വി എ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുന്ന ബീൻ്റെ വെലോസിറ്റി നമ്മൾ മൈനസ് വി ബി എന്നെടുക്കണ്ടേ? കാരണം എന്താ? അങ്ങോട്ടേക്ക് നമ്മൾ പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെലോസിറ്റി വരുമ്പോൾ നെഗറ്റീവ് എടുക്കണം. കാരണം വെലോസിറ്റി എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റിയാണ് അല്ലേ? മേലോട്ടേക്ക് നമ്മൾ പോസിറ്റീവ് എടുക്കുമ്പോൾ താഴോട്ടേക്ക് എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം. സോ വി എ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ? പ്ലസ് വി എ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ബിയുടെ വെലോസിറ്റി നമ്മൾ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. ദാറ്റ് ഈസ് മൈനസ് വി ബി. ശ്രദ്ധിക്കണേ. അപ്പോൾ മൈനസ് വി ബി വരുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് A with respect to B, relative velocity of A with respect to B is equal to VA minus minus VB. So equationൽ എന്തും കൂടി വന്നു? ഒരു മൈനസ് വി ബി വന്നു. എങ്ങനെയാണ് മൈനസ് വി ബി വന്നത്? ബിക്കോസ് എ ആൻഡ് ബി ആർ മൂവിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഈ വി എ മൈനസ് വി ബി എന്താവും? വി എ ബി ഈസ് ഈക്വൽ ടു വി എ പ്ലസ് വി ബി. വി എ ബി ഈസ് ഈക്വൽ ടു വി എ പ്ലസ് വി ബി. കാരണം എന്തുകൊണ്ടാണ്? മൈനസ് എന്തായി? ഇവിടെ പ്ലസ് ആയി. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. ഇഫ് ദേ ആർ മൂവിങ് ഇൻ ദി സെയിം ഡയറക്ഷൻ വി എ ബി ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി. നമ്മൾ ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്കറിയാം, ഒന്ന് പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വെലോസിറ്റി നമ്മൾ എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം. അപ്പോൾ ഈ മൈനസും എന്താവുന്നതാണ്? പ്ലസ് ആവുന്നതാണ്. സോ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, ദാറ്റ് ഈസ് വി എ ബി ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി. അതേപോലെ വി ബി എ ഈസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ. ഇനി ഇവിടെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഏതെങ്കിലും ഇവിടെ എ മൂവ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബി വരുന്നതെങ്കിൽ ഇവിടെ എന്താവും? വി ബി പ്ലസ് വി എ ആവും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ആഡ് ചെയ്യണം, സെയിം ഡയറക്ഷനിലാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. വളരെ സിമ്പിൾ ലോജിക്കാണ്. നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ പോവാണ് അല്ലേ? വാഹനത്തിൽ പോകുമ്പോൾ, വാഹനം പോട്ടെ, നമുക്ക് ട്രെയിൻ എടുക്കാം. നമ്മൾ ട്രെയിനിൽ സഞ്ചരിച്ചിട്ടുണ്ടല്ലോ. ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ട്രെയിൻ ഒരു വെലോസിറ്റിയിൽ പോകുന്നുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേറൊരു ട്രെയിൻ വരുന്നുണ്ട്, വേറൊരു വെലോസിറ്റിയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഇത് ക്രോസ് ചെയ്ത് പോകുമ്പോൾ, വേറൊരു ട്രെയിൻ ക്രോസ് ചെയ്ത് പോകുമ്പോൾ മൊത്തത്തിലുള്ള വെലോസിറ്റി കൂടുന്നതായിട്ടല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ? വളരെ അതിവേഗത്തിൽ ആ ട്രെയിൻ പോകുന്നതായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രെയിനിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി എന്താണ്? ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ട്രെയിനുമായിട്ട് അല്ലേ? ഇനി സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, നമ്മളൊരു ട്രെയിൻ പോകുന്നുണ്ട്, അതിൻ്റെ ഒരു പാരലൽ ട്രാക്കിൽ വേറൊരു ട്രെയിൻ പോകുന്നുണ്ട്. ഇഫ് ദേ ആർ ഇൻ ദി സെയിം വെലോസിറ്റി, അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ ട്രെയിനിന് റെസ്റ്റിലായിട്ടാണ് നമുക്ക് തോന്നുക. ശ്രദ്ധിക്കണേ. നമ്മളൊരു ട്രെയിനിൽ മൂവ് ചെയ്യാണ്, അതിൻ്റെ പാരലൽ ട്രാക്കിൽ വേറൊരു ട്രെയിൻ പോകുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ പാരലൽ ട്രാക്കിൽ വേറൊരു ട്രെയിൻ പോകുന്നുണ്ട്. ഇഫ് ദേ ആർ മൂവിങ് ഇൻ ദി സെയിം വെലോസിറ്റി ഇൻ സെയിം ഡയറക്ഷനിൽ സെയിം വെലോസിറ്റിയിൽ പോവുകയാണെങ്കിൽ അത് റെസ്റ്റിലായിട്ടാണ് നമുക്ക് തോന്നുക. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളുടെ ഇക്വേഷൻ എന്താണ്? വി എ ബി ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി അല്ലേ? വി എ ബി ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി. ഇഫ് വി എ ഈസ് ഈക്വൽ ടു വി ബി അല്ലേ? ഇഫ് വി എ ഈസ് ഈക്വൽ ടു വി ബി, രണ്ടും സെയിം വെലോസിറ്റിയാണ്, സെയിം ഡയറക്ഷനിലാണെങ്കിൽ വി എ മൈനസ് വി ബി ഈസ് ഈക്വൽ ടു എന്തായി പോവും? 0 ആയി പോവും. കാരണം എന്താ? വി എ ഈസ് ഈക്വൽ ടു വി ബി ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഫ് ദേ ആർ മൂവിങ് ഇൻ ദി സെയിം വെലോസിറ്റി ഇൻ സെയിം ഡയറക്ഷൻ, ദ റിലേറ്റീവ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു
0. നമുക്കത് റെസ്റ്റിലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരികയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം വെലോസിറ്റീസ്, സെയിം ഡയറക്ഷനിൽ പോകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. വാട്ട് ഈസ് റിലേറ്റീവ് വെലോസിറ്റി? വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ ഒബ്ജക്റ്റ്. അപ്പോൾ അതിൻ്റെ ഡിനോട്ടേഷൻ ശ്രദ്ധിക്കണം, ഇക്വേഷൻ ശ്രദ്ധിക്കണം. VAB എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B, അതേപോലെ VB എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് B വിത്ത് റെസ്പെക്ട് ടു A. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇനി നമുക്ക് കുറച്ച് ഗ്രാഫ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ, പൊസിഷൻ ടൈം graph of relative velocity, position time graph of relative velocity, relative velocityയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കണം മക്കളെ. അപ്പോൾ ഇവിടെ പൊസിഷൻ ടൈം ഗ്രാഫിൽ ഫസ്റ്റ് കേസ് നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് കേസ് 1, VA is equal to VB. ശ്രദ്ധിക്കണേ, A is moving with velocity VA and another object B is moving with velocity VB and VA is equal to VB. VAയും VBയും ഈക്വൽ ആണെങ്കിൽ, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതാണ്, ട്രെയിനിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്, VA is equal to VB and moving in the same direction and they are moving in the same direction. VA is equal to VB and they are moving in the same direction. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് എങ്ങനെ വരിക? പൊസിഷൻ ടൈം ഗ്രാഫാണ്, ശ്രദ്ധിക്കണേ. അപ്പോൾ എക്സ് ആക്സിസിൽ നമ്മൾ ടൈം എടുത്തു, വൈ ആക്സിസിൽ നമ്മൾ പൊസിഷൻ എടുത്തു, ദാറ്റ് ഈസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗ്രാഫ് വരുന്നത് രണ്ടും പാരലലായിരിക്കും. ശ്രദ്ധിക്കണേ, രണ്ടും എന്തായിരിക്കും? പാരലലായിരിക്കും. അതായത് പൊസിഷൻ ഉള്ള സെപ്പറേഷൻ ഇത് എന്താണ്? A ആണ്, ഇതെന്താണ്? B ആണ്. അപ്പോൾ ഇവരെ എപ്പോഴും എന്തുണ്ടാവും? ഒരു സെയിം സെപ്പറേഷൻ ഉണ്ടാവും. എയും ബിയും തമ്മിൽ എന്തുണ്ടാവും? പൊസിഷനിലൊരു സെപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അതായത് ഞാൻ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാണ്. എൻ്റെ ബേക്കിൽ എൻ്റെ അതേ വെലോസിറ്റിയിൽ എന്ത് ചെയ്യാണ്? വേറൊരാൾ വരികയാണ്, അല്ലേ? ഞാൻ മൂവ് ചെയ്യുന്നു, എൻ്റെ ബേക്കിൽ എന്ത് ചെയ്യുന്നു? വേറൊരാൾ അതേ വെലോസിറ്റിയിൽ വരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ മൂവ് ചെയ്യുന്നു, എൻ്റെ ബേക്കിൽ വേറൊരാൾ അതേ വെലോസിറ്റിയിൽ വരുന്നു. അപ്പോൾ അതേ വെലോസിറ്റിയിൽ വരുമ്പോൾ ഇവിടെയുള്ള സെപ്പറേഷൻ, ഞാനും അയാളും തമ്മിലുള്ള സെപ്പറേഷൻ എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കില്ലേ? ഈക്വൽ ആയിരിക്കില്ലേ? അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? VAയും അല്ലെങ്കിൽ എയും ബിയും തമ്മിൽ എപ്പോഴും എന്തുണ്ടാവും? ഒരു സെയിം സെപ്പറേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഈക്വൽ സെപ്പറേഷൻ, അല്ലേ? അപ്പോൾ ഈ എയും ബിയും എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യുമോ? മീറ്റ് ചെയ്യില്ല. ആരെങ്കിലും വെലോസിറ്റി കൂടുതലാണെങ്കിൽ മീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്, അല്ലേ? ഇപ്പോൾ ഇയാൾ മൂവ് ചെയ്യുന്ന വിത്ത് വെലോസിറ്റി, ഇയാൾ മൂവ് ചെയ്യുന്നത്, ബേക്കിൽ മൂവ് ചെയ്യുന്നത് കുറച്ചും കൂടി കൂടുതൽ വെലോസിറ്റിയിലാണെങ്കിൽ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ സെയിം വെലോസിറ്റിയിൽ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യില്ല? മീറ്റ് ചെയ്യില്ല, അല്ലേ? ഇറ്റ് വിൽ നോട്ട് മീറ്റ്. എ ആൻഡ് ബി will not meet ആൻഡ് അത് തമ്മിൽ എന്തുണ്ടാവും? എപ്പോഴും എന്തുണ്ടാവും? ഒരു ഈക്വൽ സെപ്പറേഷൻ ഉണ്ടാവും. എ ആൻഡ് ബി തമ്മിൽ എപ്പോഴും ഒരു ഈക്വൽ സെപ്പറേഷൻ ഉണ്ടാവും. ദിസ് ഈസ് ദി ഫസ്റ്റ് കേസ്. ഇതാണ് ഫസ്റ്റ് ഗ്രാഫ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത കേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേസ് 2ൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് VB is greater than VA. VB is greater than VA. അപ്പോൾ എക്സ് ആക്സിൽ നമ്മൾ ടൈം എടുക്കുന്നു, വൈ ആക്സിസിൽ പൊസിഷൻ എടുക്കുന്നു. ഇഫ് VB is greater than VA, ആ കേസിൽ നമുക്ക് എങ്ങനെയാണ് വെലോസിറ്റി വരുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് B ആണ്, ഇത് A ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, VB is greater than VA. VB കൂടുതലാണെങ്കിൽ, നമുക്കറിയാം കൂടുതലാണെങ്കിൽ ഈ ബിക്ക് എന്തായിരിക്കും? സ്ലോപ്പ് കൂടുതലായിരിക്കും, അല്ലെ? പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് കൂടുതൽ ആർക്കാണ്? ബിക്കാണ് സ്ലോപ്പ് കൂടുതൽ, വെലോസിറ്റി കൂടുതലാണ്. വെലോസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ എന്ത് ചെയ്യും? ദേ ആർ മീറ്റിംഗ്, അല്ലേ? ഒരു പെർട്ടിക്കുലർ ടൈം എത്തിക്കഴിഞ്ഞാൽ എന്താണ്? അവരെന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. ആൻഡ് ബി വിൽ ഗെറ്റ് ടുഗദർ, അല്ലേ? ആഫ്റ്റർ എന്ത് ചെയ്യും? കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എയും ബി എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും, അല്ലേ? ദേ വിൽ മീറ്റ് at, ശ്രദ്ധിക്കണം, they will meet at time TM. അപ്പോൾ ശ്രദ്ധിക്കുക, if VB is greater than VA, the position time graph will be like this. A and B will get meet at time TM. TM എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ടൈമാണ് ഉദ്ദേശിച്ചത്. ഒരു പെർട്ടിക്കുലർ ടൈമിൽ എന്ത് ചെയ്യും? എയും ബിയും എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. ഇനി നമുക്ക് പറയാനുള്ളത് കേസ് 3 ആണ്. കേസ് 3 ഞാൻ ഇവിടെയാണ് വരയ്ക്കുന്നത്. കേസ് 3ൽ നമുക്ക് പറയാനുള്ളത്, ഇഫ് ദേ ആർ മൂവിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇത് നമ്മൾ എന്താണ്? രണ്ടും സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഗ്രാഫാണ് വരച്ചത്. ഇഫ് എ ആൻഡ് ബി ആർ മൂവിങ് ഇൻ
if A and B are moving in opposite directions. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം എ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ പൊസിഷൻ ഈ രീതിയിലാണ്. അതേപോലെ ബി എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇഫ് എ ആൻഡ് ബി ആർ മൂവിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദി പൊസിഷൻ ടൈം ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. എന്തുകൊണ്ടാണ്? ഇവിടെ എയും ബിയും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. ഇനി അത് മാത്രമല്ല, എ മൂവ് ചെയ്യുന്നതിൻ്റെ അല്ലേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഇതിൻ്റെ വെലോസിറ്റി അങ്ങോട്ടേക്കാണെങ്കിൽ, വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ബിയുടെ വെലോസിറ്റി എന്താണ്, നെഗറ്റീവാണ് അല്ലേ. വെലോസിറ്റി ഓഫ് എ പോസിറ്റീവ് ആണെങ്കിൽ വെലോസിറ്റി ഓഫ് ബി എന്താണ്, നെഗറ്റീവാണ്. സോ ദിസ് ഈസ് ദി പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ഡിഫറെൻറ്റ് കേസസ്. ഇഫ് വി എ ഈസ് ഈക്വൽ ടു വി ബി അല്ലേ, നമുക്ക് വേണമെങ്കിൽ വി എ എന്ന് തന്നെ കൊടുക്കാം അല്ലേ. വി എ ഈസ് ഈക്വൽ ടു വി ബി ഇഫ് ഇറ്റ് ഈസ് വി ബി ഈസ് ഗ്രേറ്റർ ദാൻ വി എ. അതേപോലെ ഇവിടെ എന്താണ്, ഇഫ് വി എ ആൻഡ് വി ബി അല്ലേ, എ ആൻഡ് ബി ആർ മൂവിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ദി പൊസിഷൻസ് ടൈം ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ ഈ ഗ്രാഫും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസിലേക്ക് കിടക്കാം. റിലേറ്റീവ് വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. NCERT-യിലുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ എക്സാംസിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. ഏകദേശം എല്ലാ കേസസും ഈ പ്രോബ്ലത്തിൽ വരുന്നുണ്ട്. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലം ഇതാണ്: 2 parallel rail tracks run north-south. Train A moves north with a speed of 54 km/h and train B moves south with a speed of 90 km/h. ഇപ്പോൾ രണ്ട് ട്രെയിനൊക്കെ, ട്രെയിൻ എ ആൻഡ് ട്രെയിൻ ബി, ഒന്ന് 54 km/h വേഗതയിലും വേറൊന്ന് 90 km/h വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത്. വാട്ട് ഈസ് ദി വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി. തേർഡ് ക്വസ്റ്റ്യൻ വെലോസിറ്റി ഓഫ് എ മങ്കി റണ്ണിങ് ഓൺ ദി റൂഫ് അല്ലേ. ഒരു മങ്കി എന്ത് ചെയ്യുന്നുണ്ട്, ആ ട്രെയിനിൻ്റെ റൂഫിൻ്റെ മേലെ റണ്ണ് ചെയ്യുന്നുണ്ട്. ദി റൂഫ് ഓഫ് ദി ട്രെയിൻ എ എഗെയിൻസ്റ്റ് ഇറ്റ്സ് മോഷൻ. അതായത് ട്രെയിൻ എൻ്റെ റൂഫിൽ ഒരു മങ്കി റണ്ണ് ചെയ്യുന്നുണ്ട്. ട്രെയിൻ എൻ്റെ മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നീങ്ങുന്നത്. എഗെയിൻസ്റ്റ് ഇറ്റ്സ് മോഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ട്രെയിൻ എ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മങ്കി റണ്ണ് ചെയ്യുന്നത്. അതിലൊക്കെ നമ്മളെ കാര്യമുണ്ടല്ലേ, കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, സെയിം ഡയറക്ഷനിലാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കണക്ഷൻ ഉണ്ട്. ഇനി നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് വിത്ത് എ വെലോസിറ്റി ഓഫ് 18 km/h വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എ. അപ്പം മങ്കി, വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എ തന്നിട്ടുണ്ട്. എത്രയാണ്? 18 km/h. മങ്കി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ട്രെയിൻ എ അല്ലേ. ട്രെയിൻ എ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇനി ആസ് ഒബ്സർവ്ഡ് ബൈ എ ബോയ് സ്റ്റാൻഡിങ് ഓൺ ദി ഗ്രൗണ്ട്. വെലോസിറ്റി ഓഫ് മങ്കി നമുക്ക് കാണേണ്ടത് വെലോസിറ്റി ഓഫ് മങ്കിയാണ്. വിത്ത് റെസ്പെക്ട് ടു എന്താണ്? ബോയ് സ്റ്റാൻഡിങ് ഓൺ ദി ഗ്രൗണ്ട് ആണ്. ബോയ് എന്താണ്, ജസ്റ്റ് എന്ത് ചെയ്യാണ്, നിന്ന് നോക്കുകയാണ്. മങ്കി അവിടെ നിന്ന് മൂവ് ചെയ്യുന്നത്, ജസ്റ്റ് ബോയ് എന്ത് ചെയ്യാണ്, ഗ്രൗണ്ടിൽ നിന്ന് നോക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇത് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ട്രെയിൻ എ ട്രെയിൻ ബി ഉണ്ടല്ലോ. ട്രെയിൻ എ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? ട്രെയിൻ എ മൂവ്സ് നോർത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണ്? മേലോട്ടേക്ക് അല്ലേ. സൗത്ത് താഴോട്ടേക്ക്. വി എ അങ്ങോട്ടാണ്, വി ബി ഇങ്ങോട്ടാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം മേലോട്ടേക്കുള്ള ക്വാണ്ടിറ്റി പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ താഴോട്ടേക്കുള്ള ക്വാണ്ടിറ്റി എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം. സോ വി എ ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 54 km/h ആണ്. നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. മാറ്റിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എല്ലാം 54 km, എല്ലാ തന്നിരിക്കുന്നത് km/h. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും നമ്മളൊരു സൗകര്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. 54 km/h എന്ന് പറയുമ്പോൾ 54 × 5/18 ഇങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുന്നത് അല്ലേ. 54 ഡിവൈഡഡ് ബൈ 18 എത്രയാണ്? 3 ആണ്. 3 × 5 ഈസ് ഈക്വൽ ടു 15 മീറ്റർ പെർ സെക്കൻഡ്. സോ വി എ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 15 മീറ്റർ പെർ സെക്കൻഡ്. ഇനി വി ബി ഈസ് ഈക്വൽ ടു എത്രയാണ്? 90 km/h ആണ്. അതും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അല്ലേ. അപ്പം നമുക്ക് നെഗറ്റീവ് എടുക്കണം അല്ലേ. സോ -90 × 5/18 ഈസ് ഈക്വൽ ടു
90 ഡിവൈഡഡ് ബൈ 18 5 ആണ്. 5 into 5 25 ആണ്. സോ മൈനസ് 25 മീറ്റർ പെർ സെക്കൻഡ്. സോ വി എ ഈസ് ഈക്വൽ ടു 15 മീറ്റർ പെർ സെക്കൻഡ്, വി ബി ഈസ് ഈക്വൽ ടു മൈനസ് 25 മീറ്റർ പെർ സെക്കൻഡ്. എന്തുകൊണ്ടാണ് നമ്മൾ മൈനസ് എടുത്തത്? കാരണം എൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രെയിൻ ബി മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് പോസിറ്റീവ് എടുക്കുമ്പോൾ മറ്റേ നമ്മൾ എന്തെടുക്കുന്നു? നെഗറ്റീവ് എടുക്കുന്നു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് അല്ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. സോ വി ബി എ അല്ലെ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? വി ബി എ എന്നാണ്. സോ വി ബി എ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമുക്കറിയാലോ, വി ബി മൈനസ് വി എ ആണ്. ജനറൽ ഇക്വേഷൻ അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ജനറൽ ഇക്വേഷൻ എന്താണ്? വി ബി എ ഈസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ. അതേപോലെ വി എ ബി ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി. ആ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി നിങ്ങൾ. അപ്പോൾ വി ബി ഈസ് ഈക്വൽ ടു നമുക്കറിയാം മൈനസ് 25 മൈനസ് വി എ നമുക്കറിയാം വി എ എത്രയാണ്? 15 ആണ്. ഇസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് കിട്ടുക? മൈനസ് 25 മൈനസ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 40 മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എടുക്കുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താലും മതി. സോ 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ? ഇസ് ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മൈനസ് 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല. റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ സാധാരണ പോസിറ്റീവിലാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ വി ബി എ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടി വി ബി മൈനസ് വി എ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് 40 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി രണ്ടാമത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. ശ്രദ്ധിക്കണേ, വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വി ജി അല്ലേ, വിത്ത് റെസ്പെക്ട് ടു ബി വി ജി ബി. സോ വി ജി ബി എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ ബി. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? വി ജി ബി ഈസ് ഈക്വൽ ടു വി ജി മൈനസ് വി ബി. ഗ്രൗണ്ടിൻ്റെ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. സോ 0 മൈനസ് വി ബി എത്രയാണ്? മൈനസ് 25 ആണ്. സോ 0 മൈനസ് മൈനസ് 25 ഇസ് ഈക്വൽ ടു 25 മീറ്റർ പെർ സെക്കൻഡ്. ശ്രദ്ധിക്കണേ, 25 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബോയ് ആണ്. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബോയ് വി ജി മൈനസ് വി ബി ഇസ് ഈക്വൽ ടു 0 മൈനസ് മൈനസ് 25 ഇസ് ഈക്വൽ ടു 25 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. തേർഡ് ക്വസ്റ്റ്യനിലാണ് കുറച്ചും കൂടി കൺസെപ്റ്റ്സ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ജസ്റ്റ് ഇക്വേഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലേ? അതായത് വി ബി എ ഈസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ, വി എ ബി ഈസ് ഈക്വൽ ടു വി എം മൈനസ് വി ബി. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി എന്ത് കൊടുക്കുന്നുണ്ട്? നെഗറ്റീവ് സൈൻ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തില്ല? ആ പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പോൾ ആ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലേ? ദി വെലോസിറ്റി ഓഫ് എ മങ്കി റണ്ണിങ് ഓൺ ദി റൂഫ് ഓഫ് ദി ട്രെയിൻ എ എഗെയിൻസ്റ്റ് ഇറ്റ്സ് മോഷൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് തന്നിരിക്കുന്നത് വെലോസിറ്റി ഓഫ് 18 കിലോമീറ്റർ വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി ഓഫ് മങ്കിക്ക് ഞാൻ വി എം എന്ന് കൊടുക്കുകയാണ്. വെലോസിറ്റി ഓഫ് മങ്കി എത്രയാണ് തന്നിരിക്കുന്നത്? 18 കിലോമീറ്റർ പെർ അവർ. അതെന്താണ്? വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എ ആണ്. അത് അവിടെ പറഞ്ഞിട്ടുണ്ട്, വളരെ ശ്രദ്ധിക്കണം. ട്രെയിൻ എ മൂവ് എഗെയിൻസ്റ്റ് ഇറ്റ്സ് മോഷൻ വിത്ത് എ വെലോസിറ്റി ഓഫ് 18 കിലോമീറ്റർ പെർ അവർ വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എ ആണ്. വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എ ആണ് തന്നിരിക്കുന്നത് കേട്ടോ. വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എ അത് പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 18 കിലോമീറ്റർ പെർ അവർ. ഇത് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 18 ഇൻറ്റു 5/18 ഇസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുക? 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ? 5 മീറ്റർ പെർ സെക്കൻഡ്. അതെന്താണ്? വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എ. വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എനെ നമുക്ക് എന്ത് എഴുതാം? വി എം മൈനസ് വി എ എന്ന് എഴുതി കൂടെ? വി എം എ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 ആണ്. വി എം എത്രയാണെന്ന് നമുക്കറിയില്ല. വി എം മൈനസ് വി എ എത്രയാണ്? ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ വി എം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ? ട്രെയിനിൻ്റെ മോഷൻ വി എ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തത്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മങ്കി മൂവ് ചെയ്യുന്നത് അല്ലേ? എഗെയിൻസ്റ്റ് ഇറ്റ്സ് മോഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺ ദി റൂഫ് ഓഫ് ദി ട്രെയിൻ എ എഗെയിൻസ്റ്റ് ഇറ്റ്സ് മോഷൻ. ട്രെയിൻ എ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ മങ്കി മൂവ് ചെയ്യുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ട്രെയിൻ എൻ്റെ വി എ എന്നുള്ള വെലോസിറ്റി നമ്മൾ പോസിറ്റീവല്ല എടുത്തത്. ശ്രദ്ധിക്കണേ, വി എ എന്നുള്ള വെലോസിറ്റി നമ്മൾ പോസിറ്റീവാണ് എടുത്തത്. അത് എത്രയാണ്?
54 km/h ആണ്, അല്ലെങ്കിൽ വി എ ഇസ് ഈക്വൽ ടു നമ്മൾ എടുത്തിരിക്കുന്നത് നേരത്തെ എടുത്തതാണ്. വി എ ഇസ് ഈക്വൽ ടു ഇവിടെ എഴുതാം. വി എ ഇസ് ഈക്വൽ ടു 54 × 5/18 ചെയ്തപ്പോൾ നമുക്ക് 15 m/s എന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ വി ബി ഇസ് ഈക്വൽ ടു എത്രയാണ്? 25 m/s ആണ്. ശ്രദ്ധിക്കണേ, വി എ ഇസ് ഈക്വൽ ടു 15 m/s. അതേപോലെ വി ബി ഇസ് ഈക്വൽ ടു 25 m/s. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 5 ഈസ് ഈക്വൽ ടു 5 എന്താണ്? -5 ആണ്. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? മൈനസ് വരാനുള്ള കാരണം മങ്കി മൂവ് ചെയ്യുന്നത് ട്രെയിൻ എൻ്റെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. ട്രെയിൻ എൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ നേരത്തെ പോസിറ്റീവായിട്ടാണ് വി എ എടുത്തിരിക്കുന്നത്. വി എ ഇസ് ഈക്വൽ ടു 15 m/s പോസിറ്റീവായിട്ടാണ് എടുത്തത്. സോ നമ്മളെ മങ്കീൻ്റെ മൂവ്മെൻറ്റ് എന്ത് ചെയ്യണം? അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുക്കണം അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, വി ബിൻ്റെ വെലോസിറ്റി നമ്മൾ നേരത്തെ എഴുതിയാണ്. വി ബി ഇസ് ഈക്വൽ ടു എത്രയാണ്? 25 ആണ്. 25 m/s ആണ്. അപ്പോൾ വി എം മൈനസ് വി എ. വി എ ഓൾറെഡി വി നോ ദാറ്റ് 15. സോ വി എം ഇസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? ഈ -5 + 15 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 10 m/s എന്ന് കിട്ടും അല്ലേ? ഈ -15 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ +15 ഇസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് കിട്ടുക? 10 m/s. വി എം ഈസ് ഈക്വൽ ടു 10 m/s. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമ്മൾ ഒരു ബോയ് ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആ മങ്കീൻ്റെ വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് അല്ലേ? വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അപ്പോൾ വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് കാണാൻ വലിയ പ്രയാസമൊന്നുമില്ല അല്ലേ? വെലോസിറ്റി ഓഫ് മങ്കി മൈനസ് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് അല്ലേ? കാരണം എന്താ? ബോയ് ഗ്രൗണ്ടിൽ നിൽക്കുകയാണ് അല്ലേ? ബോയ് ആണ് നോക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ബോയ്ക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം? ബോയ് തന്നെ കൊടുക്കാം അല്ലേ? അപ്പോൾ വെലോസിറ്റി ഓഫ് മങ്കി മൈനസ് വെലോസിറ്റി ഓഫ് ബോയിൻ്റെ വെലോസിറ്റിയും ഗ്രൗണ്ടിൻ്റെ വെലോസിറ്റിയും ഒക്കെ എന്താണ്? 0 ആണ്. കാരണം ബോയ് എന്താണ്? ഗ്രൗണ്ടിൽ വെറുതെ നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? സോ വി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 10 - 0 ഇസ് ഈക്വൽ ടു 10 m/s. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഇക്വേഷൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വി എ ബി ഇസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി. അതേപോലെ വി ബി എ ഇസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറയാം. വി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എ ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 18 km/h ആണ്, അല്ലെങ്കിൽ 5 m/s ആണ് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ. അപ്പോൾ ഇവിടെ മൈനസ് ആണ് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ട്രെയിൻ എൻ്റെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ എന്തെടുക്കുന്നത്? മങ്കീൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ട്രെയിൻ എൻ്റെ വെലോസിറ്റി നമ്മൾ നേരത്തെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. അതുകൊണ്ട് മങ്കീൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ -5 m/s. സോ ഇത് തന്നിട്ടുണ്ട്. -5 ഇസ് ഈക്വൽ ടു വി എം എ. ഇക്വേഷൻ പ്രകാരം എന്താണ്? വി എം മൈനസ് വി എ ആണ്. വി എം നമുക്കറിയില്ല, മൈനസ് വി എ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് 15 m/s. സോ വി എം ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടി -5 + 15 ഇസ് ഈക്വൽ ടു 10 m/s. ഇതാണ് വെലോസിറ്റി ഓഫ് മങ്കി. ഇനി വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ബോയ് ആണ്. ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് മങ്കി മൈനസ് വെലോസിറ്റി ഓഫ് ബോയ്. വെലോസിറ്റി ഓഫ് മങ്കി 10 ആണ്, മൈനസ് വെലോസിറ്റി ഓഫ് ബോയ് സ്റ്റാൻഡ് ചെയ്യുന്നതാണ് ഗ്രൗണ്ടിൽ. സോ അത് 0 ആണ്. ഇസ് ഈക്വൽ ടു കിട്ടി നമുക്ക് 10 m/s. സോ ദിസ് ഈസ് ദി ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും റിലേറ്റീവ് വെലോസിറ്റിയിൽ നിന്ന് വലിയ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല സാധാരണ നിലയിൽ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുള്ളൂ. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഡിസ്റ്റൻസ് എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഡിസ്റ്റൻസ് പറഞ്ഞു, ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു, വെലോസിറ്റി പറഞ്ഞു, ആക്സിലറേഷൻ പറഞ്ഞു, കുറേ ഗ്രാഫുകൾ പറഞ്ഞു, ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ് ഡിസ്കസ് ചെയ്തു. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ള മെയിൻ ടോപ്പിക്സ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ്, ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രോബ്ലംസ് നന്നായി വർക്കൗട്ട് ചെയ്യുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, അന്നന്ന് എടുക്കുന്നത് അന്നന്ന് തന്നെ പഠിക്കുക, റിവൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പ്രോബ്ലംസ് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.